എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എബിൻ ക്രിസ്റ്റി ടൈറ്റസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മളൊരു യൂട്യൂബ് വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യും എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പം യൂട്യൂബ് വീഡിയോസ് മാത്രമല്ല, നിങ്ങൾ ലിങ്ക് ആയിട്ട് സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പം ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക് ലിങ്ക് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ റീച്ച് ഒന്നും ഉണ്ടാവില്ല. ഫേസ്ബുക്ക് അത് പ്രൊമോട്ട് ചെയ്യാറില്ല, അതുകൊണ്ടാണ് അധികം റീച്ച് ഒന്നും വരാത്തത്. അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ ഒരു റീച്ച് ഉണ്ടാവും. പക്ഷേ അതിൽ കൂടുതൽ റീച്ച് കിട്ടാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു വീഡിയോന്റെ തമ്പനയിൽ നിങ്ങൾ ഫോട്ടോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോനെ പറ്റി കുറച്ച് ആഡ് ചെയ്യുക, അതിന്റെ കൂടുതൽ ലിങ്കും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ റീച്ച് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെയുള്ള വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നിങ്ങൾ ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ അവരുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിന്റെ ആ ഒരു പ്ലെയറിലാണ് നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ്സ് കൂടാൻ സാധ്യത കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ലാർജ് ഓഡിയൻസ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബ്സ് ഒന്നും കൂടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ആ പ്ലെയറിൽ നിന്ന് കയറി കാണുന്നു, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൂല. കാരണം അവിടെ ലോഗിൻ ചെയ്താലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ അത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ആ ഒരു കാര്യത്തെ പറ്റിയാണ്. എങ്ങനെ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അത് യൂട്യൂബിൽ തന്നെ, യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്തിടുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോസ്റ്റിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, കോപ്പി ചെയ്തതിനു ശേഷം AppOpener.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് പോലും മാറിപ്പോരുത്. .com ആണെന്ന് ഉറപ്പുവരുത്തണം. ഒരുപാട് സൈറ്റ് ഉണ്ട് ഇതുപോലത്തെ, സൈറ്റ് മാറിപ്പോകാൻ പാടില്ല. ഇതിനകത്ത് പേസ്റ്റ് യുവർ ലിങ്ക് ഹിയർ എന്നുള്ളിടത്ത് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ആ സമയത്ത് നമുക്കൊരു സ്മാർട്ട് ലിങ്ക് വന്നിട്ടുണ്ടാവും, അത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ സ്റ്റോറിയിൽ നിന്ന് ലിങ്കിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു, കോപ്പി ചെയ്ത ലിങ്ക് URL-ൽ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് സ്റ്റിക്കർ ടെസ്റ്റ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ 2021 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സ്റ്റിക്കർ ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിത് പോസ്റ്റ് ചെയ്തു. ഞാനിത് 2021 പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വിസിറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിൽ ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.